വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാത്രമേ സർവകലാശാലയുള്ളൂ. സർവകലാശാല ഉണ്ടെങ്കിൽ മാത്രമേ വൈസ് ചാൻസലറുള്ളൂ. വൈസ് ചാൻസലർ ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരുള്ളൂ. അധ്യാപകരുണ്ടെങ്കിൽ മാത്രമേ അനധ്യാപക ജീവനക്കാരും അനധ്യാപകരുമുള്ളൂ. നിർഭാഗ്യവശാൽ കേരളത്തിൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഇതിൻ്റെ ഫോക്കസ് മാറിപ്പോകുന്നുണ്ട്. വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ പ്രാമുഖ്യവും പരിഗണനയും മറ്റ് ചില മേഖലയിലേക്ക് നീങ്ങുന്നു എന്ന വിമർശനമുള്ളൊരു പൊതുപ്രവർത്തനം കൂടിയാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. ആ ബജറ്റിനകത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാവാം, ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാവാമെന്ന് പറഞ്ഞപ്പം അതിനെക്കുറിച്ചുള്ള വലിയ വാദങ്ങളും സംവാദങ്ങളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായ നിലപാട് എനിക്കുണ്ട്. എൻ്റെ നിലപാട് സ്വകാര്യ സർവകലാശാലകളാവാം. എന്തുകൊണ്ട്? ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ സർവകലാശാലകൾ വിദ്യാർത്ഥികളെ മറന്നുപോകുന്നു. പകരം ഞങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നു. ഇവിടെയാണ് കോമ്പീറ്റൻസി ഉണ്ടാവാൻ, സർവകലാശാലകൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം നടക്കാൻ, കുട്ടികൾക്ക് പുതിയ കോഴ്സുകൾ ഓഫർ ചെയ്യട്ടെ, കുട്ടികളുടെ പഠിക്കട്ടെ. എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം? ഏതെങ്കിലും ഒരു സ്വകാര്യ സർവകലാശാല വന്നാൽ ഇവിടുത്തെ നിലനിൽക്കുന്ന സർവകലാശാല തകർന്നു പോകുമോ? ഏതെങ്കിലും ഒരു സ്വകാര്യ സർവകലാശാല വന്നാൽ ഞങ്ങളുടെ സർവകലാശാല തകർന്നു പോകുമോ എന്ന ആശങ്ക ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടാകും. ക്യാമ്പസിനകത്ത് ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന ഡ്രഗ്സ് കൾച്ചറിനെ, അരാജക പ്രവണതയെ ചെറുതു തോൽപ്പിക്കാൻ സർവകലാശാലകൾ മുൻകൈ എടുക്കണം. സർവകലാശാലകൾ മതനിരപേക്ഷതയ്ക്ക് പ്രാമുഖ്യം കൊടുക്കണം. അതോടൊപ്പം അവസാനം എനിക്ക് പറയാനുള്ള കാര്യം, പഠിക്കണം. നമ്മൾ ക്യാമ്പസിൽ വലിയ നേതാക്കന്മാരെ കയറി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശം കാര്യം എന്തായിരിക്കുന്നത്? ക്യാമ്പസിൽ വലിയ വമ്പനായി നടന്ന് അവസാനം സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് ആരും കാണാതെ കള്ളനെ പോലെ കയറി നിരക്കുക. ജീവിതത്തിൽ ഏറ്റവും മൂടൗട്ട് കാലമാണത്. നിങ്ങൾ ക്യാമ്പസിനകത്ത് ഫുൾ ടൈം ബുക്ക്പരമായി ക്ലാസ്സിനകത്ത് ഇരിക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്തിനാണ് ക്യാമ്പസിൽ വന്നതെന്ന കാര്യം മറന്നു പോകാൻ പാടില്ല. ഒരു ചെറിയ വിഭാഗം ക്യാമ്പസിനകത്ത് വന്ന കാര്യം മറന്നു പോവാണ്. അവരെ കാരണം ഞാൻ ജോലിയാക്കാൻ വന്നതാണ്. ഇങ്ങനെ ജോലിയാക്കി കളിച്ച് കുരുത്തക്കടൊക്കെ കളിച്ച് അവസാനം ഇയർ ഔട്ടാവും, പരീക്ഷ ഇടാൻ കഴിയില്ല. ആ രീതിയിലേക്ക് പോകാൻ പാടില്ല. നല്ല രീതിയിൽ പഠിക്കാൻ കലോത്സവങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ കലാപരമായ ശേഷിയെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ പേഴ്സണാലിറ്റി വളർത്താനുമാണ്. നിങ്ങൾ ആത്യന്തികമായി പറയാനുള്ളത്, എല്ലാത്തിനും അപ്പുറത്ത് അവസാനം പറയാനുള്ളത്, നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നിങ്ങൾ ജീവിക്കുന്ന ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലാണ്, ഒരു മത്സരത്തിൻ്റെ ലോകത്താണ്. ആ മത്സരത്തിൻ്റെ ലോകത്ത് നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ കൂടി നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞു. കാരണം ഒരുപാട് ആൾ പ്രശ്നങ്ങളെല്ലാം അനുവാദത്തോടു കൂടി കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.